Hello everyone, welcome back to yet another video of Nutshell Lines. Today I would like to deal with the part 2 section of the short story A Long Walk with Granny written by Ruskin Bond. Once again, welcome to the video. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനിയുടെ ഫസ്റ്റ് പാർട്ടാണ് എടുത്തത്. ഞാനിനി സെക്കൻഡ് നമുക്ക് ബാക്കിയുള്ള പോർഷനിലേക്ക് പോകാം. നമ്മൾ ലാസ്റ്റ് കണ്ടത് ഗ്രാൻഡ് മദറും നമ്മുടെ മണിയും കൂടി യാത്ര പോകുമ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു. അവർ ട്രാവൽ ചെയ്ത് ആ ഒരു ബസ്സിൽ നിന്ന് അവർക്ക് ഇറങ്ങേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി കഥ എന്താണെന്ന് നോക്കാം. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടർ റോഡ്സ് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയുവാണ്, ഇതാണ് ഞാൻ പറയുന്നത്, ഈ മോട്ടർ റോഡ്സിന്, അതായത് ഈ റോഡുകളെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും എന്ത് പ്രശ്നങ്ങളും വരാം. ദി ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അൻറ്റിൽ ദേ വർ വെൽ എവേ ഫ്രം ദി ലാൻഡ് സ്ലൈഡ്. ദെൻ എവ്രി വൺ ടംബിൾഡ് ഔട്ട് ഓഫ് ദി ബസ്. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഡ്രൈവർ എന്ത് ചെയ്തു? ഈ ലാൻഡ് സ്ലൈഡ് നടക്കുന്ന ഭാഗത്തിൽ നിന്ന് വണ്ടി കുറേ അങ്ങ് ബാക്കൗട്ട് തിരിക്കുവാണ്, അതുകൊണ്ട് കുറച്ചിങ്ങ് നീക്കി വണ്ടി പാർക്ക് ചെയ്യുവാണ്. ദെൻ എവ്രി വൺ ടംബിൾഡ് ഔട്ട് ഓഫ് ദി ബസ്. ആ ഒരു ടൈമിൽ അതിനകത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ധൃതി പിടിച്ച് എല്ലാവരും പെട്ടെന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങി. ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേയ്സ് ടു ക്ലിയർ ദി റോഡ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു കാര്യം, അതായത് എന്തായാലും ഈ റോഡ് മണ്ണിടിഞ്ഞ് കിടക്കുവാണ്. ഈ റോഡ് ബാക്ക് ടു നോർമലായിട്ട് മാറാൻ, അതായത് പഴയ പോലെ ആവാനായിട്ട് ഒത്തിരി ദിവസം എന്തായാലും എടുക്കും. മോസ്റ്റ് ഓഫ് ദി പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു നെയിൻ വിത്ത് ദ ബസ്. അപ്പോൾ കുറേ പേര് ചിന്തിച്ചു, ഒരു കാര്യം ചെയ്യാം, നെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നാണല്ലോ നമ്മൾ യാത്ര തിരിച്ചത്, അപ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാം. But a few bold spirits agreed to walk to Missouri, taking a shortcut up the mountain which would bypass the landslide. പക്ഷേ ഇതിനിടയിൽ ചില ധൈര്യമുള്ള ആൾക്കാരുണ്ട്, ചില ബോൾഡായിട്ടുള്ള ആൾക്കാർ. അവർ പറഞ്ഞു, തിരിച്ചു പോകണ്ട, നമുക്ക് മുസൂറിയിലേക്ക് തന്നെ പോകാം. ഈ മൗണ്ടെയിൻ്റെ ഇടയിലൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഈ ഷോർട്ട് കട്ട് വഴി പോയാൽ നമുക്ക് ലാൻഡ് സ്ലൈഡ് കവർ ചെയ്തിട്ട് നമുക്ക് മുസൂറിയിലെത്താം എന്ന് കുറച്ച് ആളുകൾ വിചാരിക്കുകയാണ്. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മണി മുത്തശ്ശിയെ നോക്കുകയാണ്. ഷാൽ വി ഗോ ബാക്ക്? നമുക്ക് തിരിച്ചു പോകണോ, നമുക്കും തിരിച്ചു പോകണോ എന്ന് മണി ചോദിക്കുകയാണ്. ഇറ്റ്സ് ഓൺലി 10 miles സെഡ് ഗ്രാനി. എടാ, ഇനി ഒരു 10 മൈൽ കൂടിയേ ദൂരമുള്ളൂ. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. ഇന്നലെ നമ്മൾ അത്ര തന്നെ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇവിടെ വന്നത്, പിന്നെയാണോ ഇനി ഒരു 10 മൈൽ കൂടി എന്ന് ഗ്രാൻഡ് മദർ ചോദിക്കുകയാണ്. സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിങ് എ നാരോ പാത്ത്. അപ്പം മണിയും മുത്തശ്ശിയും കൂടി ആ ഒരു നാരോ പാത്തിലൂടെ, അതായത് ഈ മലച്ചെരുവുകളിലൂടെ ഇവർ ചെറിയൊരു വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ബൈ ദ ടൈം ദി ഗോട്ട് ടു ദി ടോപ്പ് ഓഫ് ദി മൗണ്ടെയിൻ. അങ്ങനെ അവർ ടോപ്പ് ഓഫ് ദി മൗണ്ടെയിനിലേക്കൊക്കെ എത്തുന്നു. ഗ്രാനി ആൻഡ് മണി വെർ ഓൺ ദെയർ ഓൺ. അപ്പം മേളിലേക്ക് എത്തുന്തോറും ഗ്രാനിയും നമ്മളുടെ മണിയും മാത്രം ബാക്കിയായി, മറ്റുള്ളവരൊക്കെ അവരവരുടേതായിട്ടുള്ള വഴിയിൽ പോവുകയാണ്. ദ വില്ലേജ് വാസ് ഹിഡൻ ബൈ ദ റേഞ്ച് ടു ദ നോർത്ത്. അപ്പോൾ ആ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഗ്രാനിയുടെയും നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെയും നമ്മുടെ മണിയുടെയും വില്ലേജ് ഉണ്ടല്ലോ, അത് കാണുന്നേയില്ല, അത് ഹിഡനായി, അതായത് മറഞ്ഞു പോയിരുന്നു. അത്രയും ദൂരമായി അവർ സഞ്ചരിക്കുന്നത്. ഫാർ ബിലോ റഷ് ദ റിവർ. താഴെക്കൂടി ആണെങ്കിലോ ഒരു നല്ല ഒരു റിവർ, അതായത് ഒരു നദി കടന്നു പോകുന്നുണ്ട്, ഒരു പുഴ അതിലൂടെ പോകുന്നുണ്ട്. ഫാർ എബവ് ക്രൈഡ് എ ഗോൾഡൻ ഈഗിൾ. മേളിലേക്ക് നോക്കിയാലോ ദൂരെ ഒരു ഗോൾഡൻ ഈഗിള് ഇങ്ങനെ കരഞ്ഞ് ഒച്ച വെച്ച് പോകുന്നുണ്ട്. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ് ആസ്ഡ് മണി. അപ്പം മണി മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, മുത്തശ്ശി അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് എടുത്തിട്ടുണ്ടോ? നാച്ചുറലി സെഡ് ഗ്രാനി. പിന്നെ തീർച്ചയായും എടുത്തിട്ടുണ്ടല്ലോ. ഐ ന്യൂ യുഡ് സൂൺ ബി ഹംഗ്രി. അപ്പം നാനി മുത്തശ്ശി പറയുവാണ്, എനിക്കറിയായിരുന്നു നിനക്ക് വിശക്കുമെന്ന്. ദർ ആർ പക്കോറാസ് ആൻഡ് ബൺസ് ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് പകോറാസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസോ മീറ്റോ ഈ കോട്ട് ചെയ്തിട്ട് നമ്മൾ മുക്കി പൊരിക്കില്ലേ, അത്തരത്തിലുള്ള ഈ നമ്മളുടെ വട അങ്ങനെ പൊരിക്കത്തില്ലയോ, പൊരിച്ച് ചെയ്യുന്ന ഒരു പലഹാരമാണ് പകോറാസ് എന്ന് പറയുന്നത്. വെജിറ്റബിൾസോ മീറ്റോ ആവാം. അപ്പോൾ പകോറാസ് എടുത്തിട്ടുണ്ട്, ബൺ എടുത്തിട്ടുണ്ട്, പിന്നെന്തുണ്ട്, പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. അങ്കിളിൻ്റെ ഗാർഡനിൽ നിന്ന് കുറച്ച് പീച്ച് എന്ന് പറയുന്നത് ഒരു ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ ആ ഒരു പീച്ചസും എടുത്തിട്ടുണ്ട് എന്ന് മുത്തശ്ശി പറയുവാണ്.
ഗുഡ് സെഡ് മണി ഫോർഗെറ്റിംഗ് ഹിസ് ടയർഡ്നെസ്. അപ്പം മണിക്ക് സന്തോഷം. കൊള്ളാം. അപ്പം മണിക്ക് എന്താ പറയുക, വിശപ്പ് നിർത്താനുള്ള കാര്യങ്ങൾ മുത്തശ്ശിയുടെ കയ്യിലുണ്ടല്ലോ. അവന് ഭയങ്കര ഹാപ്പിയായി. വി വിൽ ഈറ്റ് ആസ് വി ഗോ എലോങ്. പോകുന്ന വഴിയിലേക്ക് നമുക്കിത് തിന്നുകൊണ്ടേ പോകാം, അല്ലെങ്കിൽ പോകുന്ന ആ ഒരു യാത്രയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാമല്ലോ എന്നവൻ പറയുവാണ്. ആൻഡ് വി വിൽ സ്റ്റോപ്പ് യു ആർ ടയർഡ് ഗ്രാനി. അപ്പോൾ പറയുവാണ്, നമ്മൾ എന്തായാലും പോകുന്ന വഴിക്ക് മുത്തശ്ശിക്ക് എന്താണ്, ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ക്ഷീണം ഉണ്ടെങ്കിൽ പറയണം, നമ്മളുടെ യാത്ര നമ്മൾ എന്താ പറയുക, റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോവാട്ടോ എന്നവൻ പറയുവാണ്. ഐ ക്യാൻ വാക്ക് ഫോർ എവർ സെഡ് ഗ്രാനി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് നടക്കാം. ലാഫിങ് ബട്ട് നോട്ട് ഇഫ് ഇറ്റ് ഈസ് റെയിനിങ്. പക്ഷേ മഴ പെയ്യുവാണെങ്കിൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താ, ദിസ് അംബ്രല്ല ലീക്സ് ബാഡ്ലി. നമ്മളെടുത്ത കുട ആകെ എന്താ പറയുക, മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിറച്ച് ലീക്കേജാണ്, അതായത് വെള്ളം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കുട പ്രശ്നം പറ്റിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല കേട്ടോ എന്ന് മുത്തശ്ശി പറയുവാണ്. ഡൗൺ എഗെയിൻ ദേ വെൻറ്റ് ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടെയിൻ. അപ്പോൾ അവരിങ്ങനെ മലകളിലൂടെ കയറി ഇറങ്ങിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മല കഴിയുമ്പോൾ അടുത്ത മല. ആൻഡ് ഓവർ ബെയർ വിൻ സ്വെപ്റ്റ് ഹിൽ സൈഡ്സ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കാറ്റൊക്കെ ഇങ്ങനെ അതിശക്തമായിട്ട് മലനിരകളിലൂടെ അടിച്ചു പോകുന്നുണ്ട്. ആൻഡ് അപ്പ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡിയോഡർ ഫോറസ്റ്റ്. ഇനിയപ്പോൾ അവർ പോകുന്ന വഴിയിൽ പിന്നെ എന്താ ഉള്ളത്, ഡാർക്കായിട്ടുള്ള ഗ്ലൂമി ഡിയോഡർ ഫോറസ്റ്റ്. ഈ ഗ്ലൂമി എന്ന് പറഞ്ഞാൽ ഈ ഡാർക്ക് എന്ന് തന്നെ അർത്ഥം. അതായത് ഭയങ്കര എന്താ പറയുക, കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. അതായത് ഇങ്ങനെ എന്തോ ഒരു ഡിപ്രസിങ്, അതായത് എന്താ അതിനെ പറയാമെന്ന് വെച്ചാൽ, എന്താ പറയുക, വലിയ ഇതൊന്നുമില്ല, പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഡാർക്കായിട്ട് നിൽക്കുന്ന ഡിയോഡർ ഫോറസ്റ്റ് ഉണ്ട്. ഡിയോഡർ എന്ന് പറഞ്ഞാൽ ഈ കോൺ ഷേപ്പിലുള്ള വലിയ വലിയ മരങ്ങളുണ്ടല്ലോ, ഈ വലിയ വാലീസിലും നമ്മൾ എന്താ പറയുക, ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വലിയ വലിയ കോൺ ഷേപ്പിലുള്ള മരങ്ങൾ. ഈ മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഫോറസ്റ്റിലൂടെയൊക്കെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺ ഷേപ്പ്ഡ് ആയിരിക്കും, നല്ല പൊക്കമുള്ള ട്രീസാണ് ഡിയോഡർ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കാടുകൾ, അത്തരത്തിലുള്ള മരങ്ങൾ തിങ്ങി നിൽക്കുന്ന കാടുകളാണ്. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് ദേ സോ ദ ലൈറ്റ്സ് ഓഫ് മുസൂറി ട്വിങ്കിൾഡ് എഹെഡ് ഓഫ് ദം. അങ്ങനെ ഈ ഒരു ഗ്ലൂമി ആയിട്ട് ഡാർക്കായിട്ട് ഇരുട്ടത്തോടെ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ നിന്നും പതുക്കെ പതുക്കെ ഒരു വെട്ടം കാണുന്നുണ്ട്. അത് മുസൂറിയിലെ ലൈറ്റാണ്, മുസൂറി ടൗണിലെ ലൈറ്റാണ്. ആസ് ദേ കെയിം നിയറർ ദ ലൈറ്റ്സ് ഇൻക്രീസ്ഡ്. മുത്തശ്ശിയും നമ്മളുടെ മണിയും അടുത്തേക്ക് വരുമ്പോൾ, അതായത് നടന്ന് വരുമ്പോൾ ഈ പ്രകാശം ഇങ്ങനെ കൂടിക്കൂടി വരണം. അത് അവർ എന്താ പറയുക, മുസൂറി എന്ന് പറയുന്ന ആ ഒരു ടൗണിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അൺടിൽ പ്രസൻ്റ്ലി ദേ വർ ഇൻ ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ. അപ്പോൾ അവർ ആ ഒരു ബസാർ, നല്ല തിരക്കുള്ളൊരു ബസാറിലേക്ക്, ഒരു ചന്ത അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലേക്ക് അവർ കയറി അങ്ങ് പോവാണ്. Jostled in the crowd, Granny kept one hand firmly on Money's shoulder so that she did not lose him. അപ്പോൾ ജോസ്റ്റൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തിക്കിലും തിരക്കിലും പെട്ട് ആൾക്കാരിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ജോസ്റ്റൽഡ് ഇൻ ദ ക്രൗഡ്, അതായത് തിരക്ക് കൊണ്ട് ആളുകളിങ്ങനെ എന്താ പറയുക, കുത്തി നിറച്ചിങ്ങനെ തിങ്ങി പോവുകയാണ്. ഈ സമയത്ത് ഗ്രാനിക്ക് പേടിയായി, കാരണം മണീനെ ഇതിൻ്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയാൽ പണിയാവും. അപ്പോൾ അതുകൊണ്ട് ഗ്രാനി എന്താ ചെയ്യുന്നത്, ഗ്രാൻഡ് മദർ അവന് ഷോൾഡറിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പോവാണ്. ഈ തിക്കിലും തിരക്കിലും പെട്ട് അവർ പോവാണ്. ദേ ആസ്ക്ഡ് അറൗണ്ട് ഫോർ ദ ചീപ്പസ്റ്റ് ഹോട്ടൽ. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്ത് വേണം, ഇവർക്ക് എവിടെയെങ്കിലും താമസിക്കണമല്ലോ. അപ്പോൾ ഹോട്ടലിലേക്ക് അന്വേഷിക്കുവാണ്. ഏറ്റവും പൈസ കുറഞ്ഞ, ചിലവ് കുറഞ്ഞ ഹോട്ടലിൽ അന്വേഷിക്കുകയാണ്. ബട്ട് ദർ വർ നോ ചീപ്പ് ഹോട്ടൽസ്. പക്ഷേ അവർക്ക് താമസിക്കാൻ ഹോട്ടൽസ് ഒന്നും കിട്ടിയില്ല. കാരണം അത്രയും പൈസ അവർക്കുള്ളൂ. അവരുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് അത്രയും ഇതുള്ള ഹോട്ടൽസിലൊന്നും അവർക്ക് തങ്ങാനായിട്ടൊന്നും പറ്റിയില്ല. സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ ധർമ്മശാല അഡ്ജോയിനിങ് ദ ടെമ്പിൾ. പിന്നെ അവർ നിന്നത് ഒരു ധർമ്മശാലയിലാണ്. ധർമ്മശാല എന്ന് പറയുമ്പം ഈ നമ്മളുടെ അമ്പലത്തിലും അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളുകൾ, അതായത് ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് കയറി താമസിക്കാൻ ഒരിടം ഉണ്ടാവും. അവിടെ ആർക്ക് വേണമെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാം, കിടന്നുറങ്ങാം. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ നിയമങ്ങളൊന്നും ഉണ്ടാവില്ല. വന്ന് നിന്ന് കിടന്നൊന്ന് പോകാനുള്ള ഒരു സ്ഥലം, അതാണ് ഒരു ധർമ്മശാല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു ധർമ്മശാലയിൽ അവർ കിടക്കുകയാണ്. അങ്ങനെ അന്നത്തെ രാത്രി അവർ കഴിച്ചു കൂട്ടുന്നു. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ദ ഐ ഹോസ്പിറ്റൽ ദി ജോയിൻഡ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്. പിറ്റേ ദിവസം ഐ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ
എന്താ പറയുക, നല്ല നീണ്ട ക്യൂ ആണ്, നല്ലൊരു നിര തന്നെയുണ്ട്. ദ ഐ സ്പെഷ്യലിസ്റ്റ്, എ പോർട്ട്ലി മാൻ ഇൻ എ സ്യൂട്ട് ആൻഡ് ടൈ. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ ഐ ഹോസ്പിറ്റലിൽ ആരാ ഉള്ളത്? ഐ സ്പെഷ്യലിസ്റ്റ് ആണുള്ളത് അല്ലേ. അപ്പോൾ കണ്ണ് നോക്കുന്ന ഡോക്ടർ, ഈ ഡോക്ടർ ഹീസ് എ പോർട്ട്ലി മാൻ. പോർട്ട്ലി മാൻ എന്ന് പറയുന്ന അത്യാവശ്യം ഇത്തിരി വണ്ണമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ഹി വേഴ്സ് ഒരു സ്യൂട്ട് ആൻഡ് ടൈ ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, ഒരു ടിപ്പ് ടോപ്പിൽ അല്ലെങ്കിൽ നല്ലൊരു ഒഫീഷ്യൽ നല്ല ലുക്കിലുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ട്. ആൻഡ് ഹീ ഡീൽ വിത്ത് ദി പേഷ്യൻസ് ഇൻ എ ബ്രിസ്ക്, അതായത് വളരെ ബ്രിസ്ക് ആയിട്ടാണ്, അത് ഭയങ്കര ആക്റ്റീവും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. ആൻഡ് കൈൻഡ് മാനർ, എന്നാൽ ആളുകളോട് വളരെ ഹാപ്പി ആയിട്ട് വളരെ ദയോടെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരെത്തിപ്പെട്ടിരിക്കുന്നത്. ആഫ്റ്റർ ആൻ അവേഴ്സ് വെയിറ്റ് ഗ്രാനീസ് ടേൺ കെയിം. ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഗ്രാനിയുടെ സമയമെടുത്തു. ഗ്രാൻഡ് മദറിൻ്റെ പേരും വിളിച്ചു. ദ ഡോക്ടർ ടുക്ക് വൺ ഹൊറിഫൈഡ് ലുക്ക് അറ്റ് ഗ്രാനീസ് ഗ്ലാസസ് ആൻഡ് ഡ്രോപ്ഡ് ദം ഇൻ വേസ്റ്റ് ബാസ്ക്കറ്റ്. ഡോക്ടർ ഗ്രാനിയുടെ കണ്ണട കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കിയിരുന്നു. എന്നിട്ട് ഡോക്ടർ എന്താ ചെയ്തത്? വേഗം തന്നെ ആ കണ്ണട വലിച്ചെറിഞ്ഞ് വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് കളഞ്ഞു. ദെൻ ഹി ഫിനിഷ് ദം ഔട്ട് ആൻഡ് പ്ലേസ് ദം ഓൺ ഹിസ് ഡെസ്ക് ആൻഡ് സെഡ്. എന്നിട്ട് അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ ഡെസ്കിൽ നിന്നിട്ട് അദ്ദേഹം പറയുവാണ്, ഓൺ സെക്കൻഡ് തോട്ട് ഐ തിങ്ക് ഐ വിൽ സെൻഡ് ദം ടു എ മ്യൂസിയം. ഞാൻ ഓർക്കുകയാണ്, നമുക്ക് വേറൊരു വഴിയുണ്ട്. അതായത് നിങ്ങളുടെ ഈ കണ്ണട നമുക്ക് മ്യൂസിയത്തിലേക്ക് അയച്ചാലോ? യു ഷുഡ് ഹാവ് ചേഞ്ച് യുവർ ഗ്ലാസസ് ഇയേഴ്സ് എഗോ. അതായത് ദേ ഹാവ് പ്രോബബ്ലി ഡൺ മോർ ഹാം ദാൻ ഗുഡ്. അതായത് നിങ്ങൾ ഒത്തിരി നാളായി ഈ കണ്ണട ഉപയോഗിക്കുന്നു അല്ലേ. അപ്പോൾ ഈ കണ്ണട ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല, അതിനപ്പുറം നിങ്ങൾക്ക് ദോഷമേ ചെയ്യുള്ളൂ. കാരണം ഈ കണ്ണട ഒത്തിരി മാറ്റേണ്ട സമയം ഒരുപാട് കടന്നുപോയി, ഒത്തിരി ലേറ്റായിപ്പോയി എന്ന് ഡോക്ടർ പറയുവാണ്. അപ്പം ഡോക്ടർ കളിയാക്കിയാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതൊരു പുരാവസ്തു ആണല്ലോ, ഇത്രയും നാൾ ഉപയോഗിച്ച കണ്ണടയല്ലേ, ഒരു കാര്യം ചെയ്യാം, നമുക്കിത് മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെക്കാം എന്ന് ഡോക്ടർ പറയുവാണ്. ഈ എക്സാമിൻഡ് ഗ്രാനീസ് ഐസ് ആൻഡ് സെഡ്. എന്നിട്ട് പിന്നെ കണ്ണൊക്കെ പരിശോധിക്കുകയാണ് ഗ്രാൻഡ് മദറിൻ്റെ. യുവർ ഐസ് ആർ വെരി വീക്ക്. നിങ്ങളുടെ കണ്ണ് വളരെ വീക്കാണ്. ബട്ട് യു ആർ നോട്ട് ഗോയിങ് ബ്ലൈൻഡ്. എന്തായാലും നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ കാഴ്ചശക്തി കുറവാണ്, എന്നാലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾ ബ്ലൈൻഡ് ഒന്നും ആവില്ല. വി വിൽ ഫിറ്റ് യു അപ്പ് വിത്ത് എ സ്ട്രോങ്ങർ പെയർ ഓഫ് ഗ്ലാസസ്. ഒരു കാര്യം ചെയ്യാം, വളരെ ഭംഗിയുള്ള നിങ്ങൾക്ക് പറ്റിയ നല്ല അടിപൊളി സ്ട്രോങ്ങർ പെയർ ഗ്ലാസ് ഞാൻ നിങ്ങൾക്ക് തരാം. ദെൻ ഹി പ്ലേസ്ഡ് ഹെർ ഇൻ ഫ്രണ്ട് ഓഫ് എ ബോർഡ് കവേർഡ് വിത്ത് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇനി ഐ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ സാധാരണ ഒരു കണ്ണാശുപത്രി പോകുമ്പോൾ നമുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു ബോർഡിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സും ഹിന്ദി ലെറ്റേഴ്സും, നമുക്കാണെങ്കിൽ മലയാളമായിരിക്കും, ഇവിടെ ഹിന്ദി ലെറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് ലാർജ് ഉണ്ട്, സ്മോൾ ഉണ്ട്. എന്നിട്ട് ഗ്രാനിനോട് ഓരോന്ന് വായിക്കാനൊക്കെ ഡോക്ടർ ആവശ്യപ്പെടുകയാണ്. ഐ കൻറ്റ് ഈവൻ സീ ദ ബോർഡ് സെഡ് ഗ്രാനി. ഇപ്പോൾ ഗ്രാനി പറഞ്ഞു, എനിക്ക് ബോർഡ് തന്നെ കാണാൻ പറ്റുന്നില്ല. വെൽ കെൻ യു സീ മീ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? സം ഓഫ് യു സെഡ് ഗ്രാനി. കുറച്ചൊക്കെ കാണാം. ഐ വോണ്ട് യു ടു സീ ഓൾ ഓഫ് മീ. എനിക്കിത് നിങ്ങളെ ഇന്ന് കാഴ്ച തന്നിട്ടേ നിങ്ങൾ വിടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളിത് വായിപ്പിച്ച് നിങ്ങളുടെ കണ്ണ് ശരിയാക്കിയിട്ട് ഞാൻ വിടൂ, എന്നെ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം said the doctor, and he balanced a wire frame on Granny's nose and began trying out different lenses. അപ്പം നമ്മൾ സാധാരണ കണ്ണാശുപത്രി ചെയ്യുന്ന പോലെ തന്നെ പല പല ലെൻസ് വെച്ചിട്ട് മാറ്റി മാറ്റി നോക്കുകയാണ് ഗ്രാനിക്ക് ഏതാണ് സ്യൂട്ട് ആവുന്നതെന്നുള്ളത്. സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. അപ്പോൾ ഏതോ ഒരു ലെൻസ് വെച്ചപ്പം ഗ്രാനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നത്. ഷീ സോ ദി ബോർഡ് ആൻഡ് ദി ബിഗ് ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. ഗ്രാനിക്ക് ബോർഡും കാണാം, ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ വായിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ക്യാൻ യു സീ മീ നൗ ആസ് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇപ്പം എന്നെ കാണാവോ എന്ന് ചോദിക്കുകയാണ്. മോസ്റ്റ് ഓഫ് യു. കൊള്ളാം, ഏറെക്കുറെയൊക്കെ കാണാം സെഡ് ഗ്രാനി. And then added, by way of being helpful, there is quite a lot of you to see. അപ്പോൾ പറയുവാണ്, ഗ്രാനിക്ക് ഒത്തിരി ഹാപ്പിനെസ് വരികയാണ്, ഗ്രാനിക്ക് എന്താ പറയുക, കുറച്ചും കൂടി ഒരു സന്തോഷം വരുവാണ്. കൊള്ളാം, എനിക്ക് വിഷൻ തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ. Thank you, said the doctor. And now turn around and tell me if you can see your grandson. Okay, അപ്പം ഡോക്ടർ പറയണം, ഓക്കെ, അപ്പം ഇപ്പം കാഴ്ചയൊക്കെ കാണാമല്ലോ, എല്ലാം ഓക്കെ ആയില്ലേ, ഒന്ന് തിരിഞ്ഞ് നോക്കിയേ, നിങ്ങളുടെ കൊച്ചുമോൻ ഇവിടെ ഇരിപ്പുണ്ട്, അവനെ ഒന്ന് നോക്കിയേ എന്ന് പറയുവാണ്. കൊച്ചുമോനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഗ്രാനി ടേൺഡ് ആൻഡ് സോ മണി ക്ലിയർലി ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. അതായത് ഗ്രാനി ഈ ഒരു കണ്ണട വെക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. ഈ കുട്ടിക്ക് 11 വയസ്സുണ്ട്. അപ്പോൾ ഗ്രാനി വളരെ അത്ഭുതത്തോടു കൂടിയാണ് നമ്മുടെ മണിയെ നോക്കുന്നത്. അത് ഇത്രയും സുന്ദരനായിരുന്നു എൻ്റെ കൊച്ചുമോൻ എന്ന് നോക്കുകയാണ്. മണി, ഷീ എക്സ്ക്ലെയിംഡ് ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ് വിത്ത് ജോയ്. എന്നിട്ട് അവർ കൈയടിക്കുകയാണ് സന്തോഷത്തിൽ, ഒച്ചത്തിൽ വിളിക്കുകയാണ്, മണി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഹൗ നൈസ് യു ലുക്ക്. നീ എന്തൊരു സുന്ദരനാ. വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബ്രോട്ട് അപ്പ്. ഞാൻ
ഇത്രയും നല്ലൊരു കുഞ്ഞിനെയാണോ ഞാൻ വളർത്തിയത്, ബട്ട് യു ഡു നീഡ് എ ഹെയർ കട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ മുടിയൊന്ന് വെട്ടണം കേട്ടോ. ആൻഡ് എ വാഷ്, പിന്നെ ഒന്ന് കുളിക്കൊക്കെ വേണം. ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ട്, ഈ ബട്ടൺസൊക്കെ ഒന്ന് ശരിയാക്കണം, എന്നൊക്കെ ഒന്ന് ഇടണം. ആൻഡ് എ ന്യൂ പെയർ ഓഫ് ഷൂസ്, പുതിയൊരു ഷൂസ് വാങ്ങിക്കണം. കം അലോങ് ടു ദ ബസാർ, നമുക്ക് എത്രയും പെട്ടെന്ന് ചന്തയിലേക്ക് പോകാം, മാർക്കറ്റിലേക്ക് പോകാം, ബസാറിലേക്ക് പോകാമെന്ന് മുത്തശ്ശി പറയുവാണ്. വിച്ച് മീൻസ് മുത്തശ്ശിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ലെൻസ് വെച്ചപ്പോൾ മുത്തശ്ശിക്ക് ഇത്രയും നാൾ ഒന്നും കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മുത്തശ്ശിക്ക് അവൻ്റെ ടീത്തിലെ എന്താ പറയുക, അവനാണെന്ന് മനസ്സിലാക്കുന്നത് അവൻ്റെ തലമുടി ഫസി ഹെയർ പിടിച്ച് നോക്കും, അതുപോലെ തന്നെ അവൻ്റെ പല്ലിൻ്റെ തിളക്കം ബ്ലാക്ക്ബെറീസ് പോലെ തിളങ്ങുന്ന അവൻ്റെ കണ്ണുകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് മുത്തശ്ശി മനസ്സിലാക്കിയിരുന്നത് മണിയെ. പക്ഷേ ഇപ്പോഴാണ് ഇത്രയും വർഷം ശേഷം ഈ കുട്ടിയെ ഇത്രയും ഭംഗിയോടെ മുത്തശ്ശി കാണുന്നത്. ഫസ്റ്റ് ഹാവ് യുവർ ന്യൂ ഗ്ലാസസ് മെയ്ഡ്, സെഡ് മണി ലാഫിങ്. ബസാറിലേക്ക് പോകാം മുത്തശ്ശി, ആദ്യം മുത്തശ്ശിയുടെ കണ്ണട ഒന്ന് ശരിയാക്കി കിട്ടട്ടെ, അല്ലെങ്കിൽ പുതിയ കണ്ണട കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് പോകാമെന്ന് മണി ചിരിച്ചുകൊണ്ട് പറയുകയാണ്. ദെൻ വി വിൽ ഗോ ഷോപ്പിംഗ്. എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. എ ഡേ ലേറ്റർ ദേ വർ ഇൻ ബസ് അഗെയിൻ. അപ്പോൾ ഒരു കണ്ണിൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു, പുതിയ കണ്ണടയൊക്കെ കിട്ടി, അവർ ബസ്സിലേക്ക് കയറുകയാണ്, ബസ്സിൽ പോവുകയാണ് തിരിച്ച് വീട്ടിലേക്ക്. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ്, ഗ്രാനിക്കൊരു വിൻഡോ സീറ്റാണ് കിട്ടിയത്. ആൻഡ് മണി സാറ്റ് ബിസൈഡ്സ് ഹെർ, മണി തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ഹി ഹാഡ് ന്യൂ ഷൂസ് ആൻഡ് ഗ്രാനി ഹാഡ് ന്യൂ അംബ്രല്ല, അവൻ്റെ കാലിൽ പുതിയ ഷൂസ് ഉണ്ട്, ഗ്രാനി പുതിയ അംബ്രല്ല വാങ്ങി. ആൻഡ് ദേ ഹാഡ് ഓൾസോ ബോട്ട് സം വുളൻ ടിബറ്റൻ പുളോവർ ഫോർ മണീസ് ഫാദർ, മണിയുടെ അച്ഛന് വേണ്ടിയിട്ടൊരു വുളൻ ടിബറ്റൻ പുളോവർ, അതായത് നല്ല വുളൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല എന്താണ്, നമ്മൾ ഈ ജാക്കറ്റും ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വുളൻ പുള്ളോവറാണ്, സ്വെറ്ററാണ് വാങ്ങിച്ചിരിക്കുന്നത്. ടിബറ്റൻ പുള്ളോവറാണ്, അതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ളൊരു പുള്ളോവറാണ് മണിയുടെ അച്ഛന് വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് എ കൗബെൽ, നേരത്തെ ഇറങ്ങിയപ്പോൾ പറഞ്ഞിരുന്നല്ലോ സീഡ് വാങ്ങിക്കണം, ബൾബ് വാങ്ങിക്കണം, ബെല്ല് വാങ്ങിക്കണം, പശുവിന് ബെല്ല് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ദ ബസ് മൂഡ് ഓഫ്, അപ്പം ബസ് എന്താണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവ് ചെയ്തപ്പോൾ ഗ്രാനി ലുക്ഡ് ഈഗേർലി ഔട്ട് ഓഫ് ദി വിൻഡോ, ഗ്രാനിക്ക് ഇപ്പോൾ കണ്ണ് കാണാമല്ലോ നേരത്തെ. അപ്പം ഗ്രാനി പെട്ടെന്ന് സന്തോഷത്തോടെ വിൻഡോനെ പുറത്തേക്ക് നോക്കുകയാണ്. ഷീ കുഡ് സീ മെനി തിങ്സ് ദാറ്റ് ഷീ ഹാഡൻ സീൻ ഫോർ എ ലോങ് ടൈം. ഇത്രയും നാൾ ഗ്രാൻഡ് മദർ കാണാതിരുന്ന, മുത്തശ്ശി കാണാതിരുന്ന ഒത്തിരി കാഴ്ചകൾ മുത്തശ്ശി കാണുകയാണ്. അപ്പം അതിൽ കുറച്ച് കാഴ്ചകൾ പറയുകയാണ്. ഒന്ന്, ഡിസ്റ്റൻറ്റ് വില്ലേജസ്, ദൂരെയുള്ള ഗ്രാമങ്ങൾ. പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്സ്, ആളുകൾ പാടത്തും ഒക്കെ വർക്ക് ചെയ്യുന്നു, അതായത് ആളുകളിങ്ങനെ ജോലി എടുക്കുന്ന കാഴ്ച. മിൽക്ക് മെൻ ഓൺ ദി റോഡ്, അതായത് പാല് വാങ്ങിക്കുന്ന പാൽക്കാരൻ, അവർ റോഡിലൂടെ പോകുന്ന കാഴ്ച. 2 dogs റഷിങ് അലോങ് ബിസൈഡ് ദ ബസ്, 2 ഡോഗ്സിനെ കാണുന്നുണ്ട് ബസ്സിൻ്റെ അടുത്ത് ഇങ്ങനെ റഷ് ചെയ്ത് പോകുന്നു. മങ്കീസ് ഇൻ ദ ട്രീസ്, ട്രീയിലിരിക്കുന്ന മങ്കീസിനെ കാണുന്നുണ്ട്. ആൻഡ് ദ മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ, റെയിൻബോ ഇൻ ദ സ്കൈ, ഏറ്റവും ഒടുവിലായിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു നല്ല മഴയിൽ കാണുന്നുണ്ട്. ഷീ കുഡിൻ സീ പെർഫെക്റ്റ്ലി ഓഫ് കോഴ്സ്, ബട്ട് ഷീ വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ അതങ്ങനെ പെർഫെക്റ്റായിട്ട് കാണാൻ പറ്റില്ല. മഴവില്ല് നമുക്കറിയാമല്ലോ, നമുക്കങ്ങനെ നമ്മളുടെ നേക്കിഡായി വെച്ചിട്ട് വളരെ ചെറിയൊരു വിഷനാണ് മഴവില്ലെന്ന് പറയുന്നത്. അത് അത്രയും പെർഫെക്റ്റായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും മുത്തശ്ശി ഭയങ്കര സന്തോഷമാണ്, മുത്തശ്ശിക്ക് ഇത്രയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായല്ലോ. മണി വാച്ച്ഡ് ഫോർ എ ടൈം ആൻഡ് ലിസൺ ടു ഹർ എക്സൈറ്റഡ് ചാറ്റർ. മുത്തശ്ശി ഇങ്ങനെ കണ്ട കാഴ്ചകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനെ ചാറ്റർ, അതായത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, കാണുന്ന കാഴ്ചകളൊക്കെ ചാറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫോമൽ അല്ല, വെറുതെ ഇങ്ങനെ ചുമ്മാ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മണി കുറേ നേരം ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുത്തശ്ശി എക്സൈറ്റഡ് ആയിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ പറയുന്നതൊക്കെ മണി കുറച്ച് നേരമൊക്കെ നോക്കി ലിസൺ ചെയ്തിരുന്നു. ദെൻ ഹിസ് ഹെഡ് ബിഗാൻ ടു നോഡ്, പിന്നെ അവൻ്റെ തല ഒന്ന് ആടാൻ തുടങ്ങി, അതായത് അവൻ ഉറക്കം വരാൻ തുടങ്ങി. ഇറ്റ് ഡ്രോപ്ഡ് എഗെയിൻസ്റ്റ് ഗ്രാനീസ് ഷോൾഡർ, പതുക്കെ അവൻ്റെ തല ഗ്രാനിയുടെ ഷോൾഡറിലേക്ക് വെച്ചു. ആൻഡ് റിമൈൻഡ് ദർ കംഫർട്ടബിളി സപ്പോർട്ടഡ്, എന്നിട്ട് ഗ്രാനിയുടെ ആ ഒരു തോളിൽ അവനിങ്ങനെ ചാഞ്ഞുറങ്ങി ഉറക്കത്തിലേക്ക് പോവാണ്. The bus swerved and jolted along the winding mountain road, but Mani was first asleep. അതായത് ഈ ബസ് എന്താ പറയുന്നത്, ബസ് സ്വേർഡ്, അതായത് ഒരു പ്രത്യേക ഡയറക്ഷനിൽ പതുക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ബസ് ഇങ്ങനെ പോവുകയാണ്. ആൻഡ് ജോൾട്ടഡ് അലോങ് ദി വിൻഡിങ് മൗണ്ടെയിൻ റോഡ്, അത് ജോൾട്ടഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതുക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ബസ് ഇങ്ങനെ പെട്ടെന്ന് വളച്ചിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ഇങ്ങനെ എടുത്ത് മൗണ്ടെയിനിലൂടെ ഇങ്ങനെ റോഡിലൂടെ പോവുകയാണ്. പക്ഷേ അത്രയും വളവും അല്ലെങ്കിൽ അത്രയും തിരിവും അല്ലെങ്കിൽ ഷെയ്ക്ക് ചെയ്തിട്ടൊന്നും മണിക്ക് എന്താണ് ഒരു ഇതും സംഭവിച്ചില്ല. മണി സുന്ദരമായിട്ട് സന്തോഷത്തോടു കൂടി മുത്തശ്ശിയുടെ
തോളിൽ തല ചായ്ച്ച് ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അതായത് അവൻ കംപ്ലീറ്റ്ലി സന്തോഷത്തിലാണ്, അവൻ ഹാപ്പിനെസ് ഉണ്ട്. അവന് ഇത്രയും ദിവസം അവർ ആ ഒരു പോകുന്ന ആ ഒരു ജേണിയുടെ ക്ഷീണം അവനുണ്ട്. അപ്പോൾ സന്തോഷത്തോടു കൂടി സാറ്റിസ്ഫാക്ഷനിലോടുകൂടി വളരെ ഹാപ്പിനെസ്സോടു കൂടി മുത്തശ്ശിയുടെ തോളിൽ ചാഞ്ഞ് നമ്മുടെ മണി ഉറങ്ങുന്നതായിട്ടാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. So I think it's clear. So that is the end of the video. For more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.